ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായില്ല. ഐഡൽ ഏഞ്ചൽ. ഓക്കെ, ഇതിൽ ഈ സ്റ്റോറിയിൽ ഇതിൽ മാജിക് വേഴ്സിലായിട്ടാണ് നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. മച്ചി, എന്ത് പറ്റിയടി? ആ എടി, നമുക്ക് പോണ്ടേ? പറഞ്ഞു ഫാത്തിമ. അവർ രണ്ടുപേരും എവിടെ? ഫാത്തിമ പറയാൻ തുടങ്ങി. ഇതാ അവിടെ വരുന്നേ ബൈക്കിൽ. അർജുൻ, ഹായ് മച്ചി. രണ്ടുപേരും ഇവിടെ തന്നെയുണ്ടോ? അങ്ങനെ ഹീറോയി ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അതെടി, ഞങ്ങൾ വന്നു അർജുൻ. ഫാത്തിമ, നീയുണ്ടോ ഇവിടെ? ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ 4 ഗേൾസായി സംസാരിക്കാൻ തുടങ്ങി. എടി, ഞങ്ങൾ ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? അത് മാത്രമല്ല, നമ്മൊരു പ്ലേസിൽ പോകാൻ പോവാ. ട്രിപ്പിക്ക് പോവാണോ? അങ്ങനെ അർജുൻ പറയാൻ തുടങ്ങി. ട്രിപ്പിക്ക്? അതെ, ഇതാണ് ഒരു പ്ലേസ്. ഈ പ്ലേസിൽ പോയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഒരുപാട് കിട്ടും. അതുമാത്രമല്ല, ആ പ്ലേസിൽ പോയിട്ട് വരാം എന്ന് അർജുൻ പറഞ്ഞു. അർജുൻ, എടാ സെറ്റാവൂടാ? ഇല്ല, സെറ്റായില്ല, നമ്മൾ എന്ത് ചെയ്യാം? അർജുൻ പറയാൻ തുടങ്ങി. നീ വിഷമിക്കേണ്ട. അതുമാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവൻ്റെ ഗസ്റ്റ് ഹൗസാണ്. അവൻ്റെ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കാട്ടിൽ. അതുമാത്രമല്ല, അവനെക്കുറിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 3 പേരെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യണം. അർജുൻ പറഞ്ഞു. ശരി അർജുൻ, ഞാൻ വരാം എന്ന് ബാക്കി 2 പേര് പറഞ്ഞു. നീ എന്താടി മിണ്ടാതിരുന്നത്? അങ്ങനെ അർജുൻ ഹീറോയിനോട് ചോദിച്ചു. ഹീറോയി പറയാൻ തുടങ്ങി. ശരിടാ, എൻ്റെ ഉമ്മ സമ്മതിച്ചാൽ പറ്റൂടാ. അതിലേക്ക് എന്താടാ നീ എന്തിനാ വിഷമിക്കുന്നത്? നിൻ്റെ ഉമ്മയോട് ഓൾറെഡി സംസാരിച്ച് ഓക്കെ എന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്ന കൊണ്ട് ഡബിൾ ഓക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെയുള്ള പാക്കിങ് ചെയ്ത് ആ പ്ലേസിലേക്ക് വന്നു. അങ്ങനെ ആ പ്ലേസൊക്കെ എന്നും ട്രിപ്പ് കുറേ നേരം ഉണ്ടല്ലേ. അങ്ങനെയായിട്ട് പോവാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് പോവാൻ ആയിരുന്നു. അങ്ങനെയായിട്ട് ഒരു ചെക്കനെ അവിടെ വന്നു. അങ്ങനെയായിട്ട് നടന്നു വന്നായിരുന്നു. അങ്ങനെ കാറ് ബ്രേക്കപ്പായി. ഇങ്ങനെ നിപ്പിച്ചു കാറ്. അങ്ങനെ അർജുൻ നിപ്പിച്ചു. ശരിടാ, ഇപ്പോൾ വരാം അങ്ങനെ പറഞ്ഞ് ഗേൾസിനോട് പറഞ്ഞു. ഇങ്ങനെ ഇറങ്ങി. എക്സ്ക്യൂസ് മീ മാം. എസ് എന്ത് പറ്റി? അങ്ങനെ കേട്ടു. നിങ്ങൾക്ക് മലയാളം ഒന്നുമല്ലേ? ഇംഗ്ലീഷിലും അങ്ങനെ പറഞ്ഞു. എന്ത് പറ്റി? ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചു. ഇല്ല, എൻ്റെ കാർ ബ്രേക്കപ്പ് ആയത്. കാറിൻ്റെ എന്തും സ്റ്റാർട്ട് ചെയ്യുന്നില്ല സർ. ടയർ പഞ്ചറായത് സർ. വിഷമിക്കണം സർ, ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട് സർ. അങ്ങനെ ഡേവിഡ്, ഇങ്ങനെ വാടാ. എന്ത് പറ്റി സർ? ഇത് ഈ പഞ്ചർ ശരിയാക്കടാ ഡേവിഡ്. ശരി സർ. ഈ പഞ്ചർ ശരിയാക്കി നാളെ കാർ കൊണ്ടുവരണം. എവിടേക്കാ? പിന്നെ കുറച്ച് പെട്രോൾസ് എല്ലാം വേണം. എനിക്കും കുറച്ച് വേണം, മനസ്സിലായോ? ബൈക്ക് ഇതിൽ എന്തോ പെട്രോൾസ്. ഓക്കെ, നല്ല പെട്രോൾസ് ഉണ്ടാവും. അങ്ങനെയായിട്ട് ജിമിൻ ഓർഡർ. ഏത് ബ്രാൻഡ് സർ? ബ്രാൻഡ് ഇവിടെ നല്ല ബ്രാൻഡ് ഇതും ഉണ്ടാവും. ശരി, ഓക്കെ എന്ന് ജിമിൻ പറഞ്ഞു. ജിമിൻ പറഞ്ഞ ബ്രാൻഡിൻ്റെത് എടുത്തായിരുന്നു. അങ്ങനെ നല്ല പെട്രോൾ ഈ ട്രക്കിൽ കൊണ്ടുപോവാം. ഓക്കെ സർ. അങ്ങനെ പറഞ്ഞു. ആ വണ്ടി ടയർ നേരെ ഫുൾ, അതെ കാറ് ഫുൾ കൊണ്ടുവന്നു. ട്രക്കും കൊണ്ടുവന്നു. കാറിന് വണ്ടിയിലിരുത്തി കൊണ്ടുവന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നതുകൊണ്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ ഫോളോ ചെയ്ത് ആൾ എൻ്റെ ടയർ ശരിയാക്കിയിട്ട് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ ജിമ്മിൻ പറയുന്നത്. ജിമ്മിനായിരുന്നു മാസ്ക് ഇട്ടിട്ടുള്ള ആൾ. ജിമ്മിനോട് വണ്ടി കയറാൻ പറഞ്ഞു. വണ്ടി കയറി. അങ്ങനെ ടയർ നേരാക്കുന്ന പ്ലേസൊക്കെ കൊണ്ടുപോയിരുന്നുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ജിമ്മിന് പറയാൻ തുടങ്ങി. ഇതിൽ ഗേൾസിലുണ്ടല്ലോ, എടി മിനിക്കി, സോറി എടാ പറഞ്ഞേക്ക്. സോറി പ്രിയ, ഇനി ദേഷ്യപ്പെട്ടാ പോടാ. അങ്ങനെ പ്രിയാനെ പുറകിൽ പോയിരുന്നു. ശരി, ഓക്കെ. ഇവളൊരു കോവക്കാരി. അങ്ങനെയായിട്ട് അങ്ങനെ വേക്കിൽ ഗേൾസ് 3 പേര് ഇരിക്കാൻ തുടങ്ങി. ജിമ്മിന് എതിരിലായിരുന്നു. അങ്ങനെ സെൻസ് അടിച്ചുകൊണ്ട് പോയായിരുന്നു. മാസ്ക് ഇട്ടില്ലായിരുന്നു. അങ്ങനെ ജിമ്മിൻ വണ്ടിയിൽ സാധനമെല്ലാം എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറ്റി. അങ്ങനെ ഹൗസിലേക്ക് വന്നു. സാർ, നിങ്ങളിവിടെ താമസിച്ചോ സാർ? നിങ്ങൾക്ക് എവിടേക്ക് പോവാം? അതെ, ഇവിടെ വീടൊന്നുമില്ല പറഞ്ഞു. ഞാൻ ടെൻ്റ് കെട്ടിയായിരുന്നു സാർ. ടെൻ്റ് കെട്ട് വേണ്ട സാർ. എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസാണ്. ഇവിടെ നിറയെ റൂമുണ്ട് സാർ. നിങ്ങളിവിടെ താമസിക്കുമെന്ന് അർജുൻ പറഞ്ഞു. ഓക്കെ എന്ന് ജിമ്മിൻ പറഞ്ഞു. ജിമ്മിനൊക്കെ ഒരു റൂം കൊടുത്തു. അങ്ങനെ ജിമ്മിനൊക്കെ ഒരു റൂം ഇഷ്ടപ്പെട്ടു പോയി. ജിമ്മിൻ പറയുന്നത് നല്ലുണ്ട്. ഈ ഫോട്ടോ കാണുന്നതാണ് ജിമ്മിൻ്റെ റൂം. അങ്ങനെ ജിമ്മിൻ നോക്കുകയുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഇതാക്കാൻ തുടങ്ങി. ജിമ്മിനെ വിളിച്ചു. സാർ. അങ്ങനെ ബാധ തുറന്നു. അകത്ത് വന്നു. അർജുൻ ജിമ്മിനെ കണ്ട് ഷോക്കായി പോയി. സാർ,
നിങ്ങൾ K-pop ഐഡൽ പാർക്ക് ജിമിനല്ലേ BTSലെ മെമ്പേഴ്സ് 5 യെസ് ജിമിനാണ്. ഓക്കെ സർ. വന്നു ഇറങ്ങി വാ. അങ്ങനെ പ്രിയ പറയാം പാട്ട് പാടി വന്നു. സാർ നിങ്ങൾ ജിമിനല്ലേ? അങ്ങനെ ഫാത്തിമ വന്നു കുട്ടി എന്ത് ജിമിന ഹാൻഡ് വാഷ് അയ്യോ ജിമിനാണോ? ഇവൾക്കും അറിയില്ലല്ലോ. സാർ നിങ്ങൾ വന്നു സാർ. അവളെവിടെ? ഓക്കെ മാ. ശരി. ജിമിൻ നോക്കാൻ തുടങ്ങി. ഇവള് അതെ വണ്ടിയിലുണ്ടായിരുന്നു. കുട്ടിയാണല്ലേ ഇത്? ഹലോ. ശരി മാ. എന്താ മാ? ഞങ്ങൾ എത്തിയത്രയാണ്. ഓക്കെ ശരി. അത് ശരി മാ. ശരി ഓക്കെ പറഞ്ഞ് തിരിഞ്ഞ് അച്ഛനും പറഞ്ഞു. ഇങ്ങനെ യഥാർത്ഥ ജെമിനോട് ഷോക്കായി പോയി. എന്ത് ജെമിനോ ഷോക്കായി. അങ്ങനെ ഫോൺ അവിടെ ടേബിൾ വെച്ച് തിരിഞ്ഞായിരുന്നു. ഫോൺ സംസാരിച്ച് ഇങ്ങനെ ഫോൺ വെച്ച് താഴെ വീഴത്ത് ജസ്റ്റ് മിസ്സായിരുന്നു. അങ്ങനെ ഫോൺ അവിടെ ടേബിളിൽ വെച്ച് ഇങ്ങനെ വന്ന് നോക്കും. ജിമിനോട് ഷോക്കായി പോയി. ജിമിനാണോ? അയ്യോ ഇവനാ? ഞാൻ എങ്ങനെ വിളിക്കുമെന്ന്. ഹായ് സാർ. ഹലോ എന്ന് ജിമിൻ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ആയിട്ട് എല്ലാവരും ഡിന്നർ കഴിക്കാൻ തുടങ്ങി. സാർ ഇവിടെയെല്ലാം കുറച്ച് ഇന്ത്യൻ ഫുഡ്സ് ഉണ്ട് സാർ. നിങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ കറക്റ്റ് ഫുഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫുഡ് ഉണ്ട് സാർ. നിങ്ങൾ ഫസ്റ്റ് ഇന്ന് ഈ ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ കുറേ ഫുഡ് ട്രൈ ചെയ്യുന്നുണ്ട് സാർ. എൻ്റെ ഫ്രണ്ടൊക്കെ ഓൾറെഡി ഇവിടെ ചെഫുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് റെഡിയാണ് സാർ. ഓക്കെ ആണല്ലോ സാർ? ജിമിൻ ഓക്കെ പറഞ്ഞു. നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതിന് അയ്യോ സാമ്പാറടാ എന്ന് അജൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ജിമ്മിൻ അതായിട്ട് നോക്കുമ്പോൾ ഹീറോയിനെ നോക്കാൻ തുടങ്ങി. ജിമ്മിൻ ഇവളെന്താ കഴിക്കാൻ നോക്കുന്നത്? ഇവൻ കഴിക്കുന്ന മാതിരി കഴിക്കുകയാണല്ലോ. ഇവരെല്ലാം സാർ നിങ്ങൾ കഴിച്ചു സാർ. ഞങ്ങളെല്ലാം ഇന്ന് ഇതാണ് സാർ. രാത്രിയാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതാണ് പച്ചക്കറി കഴിക്കാം. രാവിലെ നമുക്ക് നോക്കാം സാർ. ശരിയൊക്കെ ചെയ്യുന്നു പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞു എല്ലാവരും ഉറങ്ങാൻ